ഇതിങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അച്ചിങ്ങ പയർ 4th ഹാർവസ്റ്റ്. ഫോർത്ത് ഹാർവസ്റ്റ് ഇത്രയുണ്ട്. നല്ല പച്ചപ്പങ്കി. ചൊരക്ക ഹാർവസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് പറഞ്ഞ് ഞാൻ വിത്തിന് നിർത്തും. വെണ്ടയ്ക്ക ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഒത്തിരി വെജിറ്റബിൾസ് ഹാർവെസ്റ്റ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് എല്ലാം കട്ട് ചെയ്ത് കുറച്ച് ഫ്രീസ് ചെയ്യണം. അപ്പോൾ ഇത് ഞാനിങ്ങനെ അടുക്കി വയ്ക്കുവാണ്. അടുക്കി വയ്ക്കുമ്പോൾ നമുക്ക് ഓരോ പിടി വെച്ചെടുത്ത് കട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇന്നത്തെ എത്ര പിടി അച്ചിങ്ങ ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7. ഇന്ന് ഈ അച്ചിങ്ങ വെച്ചിട്ട് കുറച്ച് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണം. പോർക്കിൻ്റെ റിബ് വെച്ചിട്ട് കുറച്ച് സോട്ടേ ചെയ്യണം. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഇനി ഞാനിതൊക്കെ കട്ട് ചെയ്യട്ടെ. ഇത് ഞാൻ നീളൻ അച്ചിങ്ങ മെഴുക്ക് പുരട്ടിക്ക് ഉള്ള കട്ടിങ്ങാണ് ഇത് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മൂപ്പ് കൂടിയതുണ്ടെങ്കിൽ അത് തീരെ കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തിട്ടിട്ട് അത് മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ തോരനോ ആക്കാം. അപ്പം അതിനുള്ളതാണ് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത്. ഇത് നല്ല പച്ച പങ്കിനാണ്. സ്കിൻ ഉൾപ്പെടെ എടുക്കാം. പിന്നെ ഞാൻ ഇത് വെച്ചൊരു 2-3 ഐറ്റംസ് ചെയ്യും. ലൈറ്റ് ഓറഞ്ച് കളറാണ്. ഇതിനകത്തൊട്ട് കുരു ഫോം ആയിട്ടില്ല. അടുത്തൊന്നും കാണിച്ചു തരാം. കുറച്ച് ഞാൻ ജൂലിയൻ ആയിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. കുറച്ച് പീസ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാം. ഇത് സാലഡിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. വെറുതെ പച്ചയ്ക്ക് തിന്നാനായിട്ട്. തൊലി ഉൾപ്പെടെ വളരെ സോഫ്റ്റാണ്. പച്ചയ്ക്ക് തിന്നാണ്. ഒരു മത്തങ്ങ കട്ട് ചെയ്ത് വരുമ്പോൾ ഒത്തിരി പീസസ് കാണും. പിന്നെ ഇത് പച്ച മത്തങ്ങ ആയതുകൊണ്ട് അതിൻ്റെ തൊലി കട്ട് ചെയ്യുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇത് നമുക്ക് ഒത്തിരി വെറൈറ്റി കറീസുകൾ ഇത് വെച്ചിട്ട് ചെയ്യാം. സോട്ടേ ചെയ്യാം, സാലഡായിട്ട് കഴിക്കാം. പിന്നെ കുറച്ച് ഫ്രീസ് ചെയ്തിട്ട് അടുത്ത തവണത്തേക്ക് യൂസ് ചെയ്യാം. ഇനി എൻ്റെ ഫസ്റ്റ് ഹാർവസ്റ്റ് ആണ് ചൊരയ്ക്ക.
അപ്പോൾ ഇത് ഞാനിനി കട്ട് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്യും. കുറച്ച് സാലഡ് കഴിക്കാനും യൂസ് ചെയ്യും. അപ്പോൾ ഇനി ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കട്ടെ. ഇതുണ്ടോ, സോഫ്റ്റ് ഉള്ളപ്പോഴാണ് നമുക്ക് ഇതുപോലെ പീലർ വെച്ച് സ്കിൻ കട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടൈം. പിന്നെ അത് കഴിയുമ്പം സ്കിന്ന് കട്ടിയാകാൻ തുടങ്ങും. അപ്പോഴും കഴിക്കാം, പക്ഷെ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉള്ളത് ഈ സമയത്താണ്. ഒന്ന് ഞാൻ വന്നിട്ട് വാഷ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ കുരു ഫോമായി തുടങ്ങിയിട്ടേ ഉള്ളൂ. രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കാം. മോനും ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ വന്ന് നിന്ന് അതിൻ്റെ സ്കിന്നൊക്കെ പീൽ ചെയ്ത് തരുവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്യുവാണ്. പിന്നെ ദേ മോന് ഇനി അത് കട്ട് ചെയ്യണം. അപ്പോൾ അവനത് ചോപ്പ് ചെയ്യുവാണ്. കുക്കുംബർ പോർക്കിൻ്റെ കൂടെ സോട്ടേ ചെയ്യാനായിട്ട് കുറച്ച് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. 2 അച്ചിങ്ങപ്പയർ നീളത്തിലരിഞ്ഞത് കട്ട് ചെയ്ത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നു. ചെറുതായിട്ട് അരിഞ്ഞത് അതും മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ തോരൻ ഉണ്ടാക്കും. പിന്നെ കുറച്ച് അച്ചിങ്ങപ്പയർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊരു സോട്ടേ ചെയ്യാനാണ്. പംകിനും ചൊരക്കയും പോർക്കിൻ്റെ റിബെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് സോട്ടേ ചെയ്തെടുക്കാം. ഫ്രീസ് ചെയ്യാനും ഉണ്ട്. ഇത് പംകിൻ, ചൊരക്ക ഞാനിനി ഓരോന്നോരോന്നിട്ട് കുക്ക് ചെയ്തിട്ട്. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. കുറച്ച് വെളിച്ചെണ്ണ, മഞ്ഞൾ പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കുറേ നേരം ഇട്ട് സോട്ടേ ചെയ്യണം. അപ്പോൾ അത് ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരുന്ന് നല്ല മെഴുക്ക് പുരട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ചോപ്പ് ചെയ്തതിലും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അതും ഞാൻ അങ്ങനെ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് സവോളയൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഇത് ജസ്റ്റ് പയർ മാത്രമേ ഉള്ളൂ ഇതിന്. അപ്പോൾ അച്ചിങ്ങ പയറെല്ലാനും വെന്ത് കഴിഞ്ഞു. ഇതിനകത്ത് ഞാൻ ഇന്ന് തേങ്ങ ഇടുന്നില്ല. തേങ്ങ ഇടാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് ഫ്രീസ് ചെയ്യാനും ഉണ്ടാവും. അച്ചിങ്ങ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനോ നല്ല അടിപൊളി മെഴുക്ക് പുരട്ടിയാണ്. അച്ചിങ്ങ രണ്ടും ഞാൻ കുറച്ച് ഫ്രീസ് ചെയ്യാനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ പോർക്ക് ബെല്ലി കട്ട് ചെയ്യാൻ പോവാണ്. അതായത് നല്ല കട്ടിയായിട്ടുള്ള ഒരു പീസാണ്. ബേക്കൺ എന്ന് പറയുന്ന സാധനം തന്നെയാണിത്. നമുക്ക് ഏഷ്യൻ സ്റ്റോറിൽ നല്ല തിക്കായിട്ടുള്ള ഒരു പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ത് കറിയാണോ കുക്ക് ചെയ്യുന്നത് അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യും. ഞാൻ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യുകയാണ്. മീറ്റ് കട്ട് ചെയ്ത ഉടനെ തന്നെ അത് വാഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തോട്ട് സോക്ക് ചെയ്ത് പോകത്തില്ല. ഞാൻ വെച്ചത് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സോട്ടയാണ്. ഒരു ഓണിയൻ ഇട്ട് ഒന്ന് സോട്ടേ ചെയ്ത് അപ്പോൾ തന്നെ പോർക്ക് ഇട്ടു. അതിനകത്തോട്ട് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ആഡ് ചെയ്തു. പിന്നെ കുറച്ച് സോസുകളും കൂടെ ഒഴിച്ച് പോർക്ക് കുക്ക് ചെയ്ത് മാറ്റിയിട്ട് വെജിറ്റബിൾസ് സെപ്പറേറ്റ് കുക്ക് ചെയ്യും. എന്നിട്ട് അത് രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഓയിസും സോസും വിനീഗറുമാണ് ഒഴിച്ചത്. പിന്നെ കുറച്ച് സോയ സോസ്.
കഴിഞ്ഞാൽ കുക്കുംബർ ചുരയ്ക്കുക. ഇത് പംകിൻ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള സോയാ സോസ്, കുറച്ച് ഹോയിസൺ സോസ്, കുറച്ച് റൈസ് വിനീഗർ. വെജിറ്റബിൾസ് എല്ലാവരും കറക്റ്റ് വേവായിട്ടുണ്ട്. ഞാനിനി പോർക്ക് ബെല്ലി തിരിച്ചിടുവാണ്. ഇതാ ഈ സോട്ടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാനും അധികം മൂപ്പത്താത്ത വെജിറ്റബിൾസ് ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കാകും. പിന്നെ ഈ മീറ്റും കൂടെ അതിൻ്റെ ഒരു ഫ്ലേവർ എല്ലാം കൂടെ ഇറങ്ങുമ്പം ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇതുപോലെ പംകിനൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് പച്ച പംകിൻ സ്കിന്നോട് കൂടി ഒരു ക്രിസ്പി ആയിട്ട് കടിച്ച് തിന്നാൻ പറ്റും. ഇനി അടുത്ത് ഞാൻ പംകിൻ ജൂലിയനായിട്ട് കട്ട് ചെയ്ത ഇതിനെ ഒന്ന് സോട്ടേ ചെയ്തെടുക്കാൻ പോവാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു, ചില്ലി ഫ്ലേക്സ്, ഇത് ഹോയിസൺ സോസ്, റൈസ് വിനീഗർ, സോയ സോസ്, ഉപ്പ് നമുക്ക് സോയ സോസിൻ്റെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി പംകിൻ വെച്ച് ഞാൻ ഡോഗിന് ഒരു ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കുറച്ച് മഞ്ഞൾ, വെളിച്ചെണ്ണ, കുരുമുളക് പൊടി, ഇതിൽ ഞാൻ ആ താഴെ കരിയാതിരിക്കാൻ വേണ്ടി മാത്രം ഉള്ള ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കുവാണ്. പംകിൻ വെന്തിട്ടുണ്ട്, ഒന്ന് വെള്ളത്തിൽ നിന്ന് മാറ്റുവാണ്. ഈ വെള്ളത്തിൽ തന്നെ ബാക്കിയുള്ള മീറ്റ്സ് കുക്ക് ചെയ്യും. 4 മീറ്റ്സാണ് ഇതിനകത്തോട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ബീഫിൻ്റെ ലിവർ, ചിക്കൻ ഫീറ്റ്, അതിൻ്റെ നെയിൽസ് കട്ട് ചെയ്ത് കളയും, കരള്, കക്കമ്പർല എല്ലാം ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന്. ഏറോ, ഇറ്റ്സ് ഗോയിങ് ടു ബി യുവർ ഫുഡ്. ആർ യു എ ഗുഡ് ബോയ്? യെസ്, ഗുഡ്. ഇനി ഞാൻ ഈ വെള്ളത്തിലോട്ട് ആദ്യം ദേ കക്കമ്പറിൽ ഇടുവാണ്. ഇത് കുക്കായിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഊറ്റി ഒന്ന് ചൂടാറാനിട്ടാണ്. അതിനകത്തോട്ട് ഞാൻ എടുത്തത് ചിക്കൻ്റെ ഹാർട്ടാണത്. അതിനകത്തോട്ട് ഒരുമിച്ച് തന്നെ ബീഫിൻ്റെ ലിവറും. ആദ്യം ഇടുമ്പം വെള്ളം എല്ലാം കൂടെ നല്ല തിക്കായിട്ടിരിക്കും. പക്ഷെ അതായത് കുക്ക് ചെയ്ത് കഴിയുമ്പം വെള്ളം നന്നായിട്ട് ക്ലിയർ ആവും. ക്ലിയർ ആവുമല്ല, ആ ഒരു തിക്നെസ് പോവും. പിന്നെ ഇത് വെന്തിട്ടുണ്ട്, ഞാൻ ഇതും മാറ്റുവാണ്. കുറച്ച് കുറച്ച് പോകുന്നുണ്ട്. ഇനി അടുത്ത ചിക്കൻ ഫീറ്റാണ്. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഒന്ന് ചൂടാക്കി അപ്പം തന്നെ മാറ്റും. 1 മിനിറ്റ് ഞാൻ ഇട്ടുള്ളൂ. ഇനി ഇത് മാറ്റുവാണ്. കാരണം ഈ ചിക്കൻ ഫീറ്റിൻ്റെ ബോൺസ് അധികം കുക്കാവണ്ട. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. പട്ടിക്കുട്ടിക്ക് അതിൻ്റെ മണം അടിച്ചിട്ട് ഹെയർ കോയറ്റ്. ഇത് മുട്ടയുടെ തോട് പൊടിച്ചു വെച്ചേക്കുന്നതാണ്, അതും കുറച്ച് ചേർക്കുവാണ്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക.
ഇത് ചൂടാറിയിട്ടുണ്ട്. ഒരു സിപ്പ് ലോക്കിലോട്ട് ആക്കിയിട്ട് ഒന്ന് ഫ്രീസ് ചെയ്യും. കുറച്ച് ഫ്രീസ് ചെയ്യാനായിട്ട് മാറ്റിയിട്ടുണ്ട്. അടുത്തത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് പംകിൻ അതൊന്ന് പ്യൂരി ആയിട്ടുണ്ട്. അതിനെ ഞാൻ തിരിച്ച് ഈ വെള്ളത്തിലോട്ട് ഇടുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഓരോ സ്പൂൺ വെച്ച് ഇതിനകത്തോട്ട് ഇടുകയാണ്. കുറച്ച് സ്പേസ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് ഇതിൻ്റെ പ്യൂരെ അവസാനം വയ്ക്കുക. ഇത് ഫ്രീസ് ചെയ്തിട്ട് എനിക്കിതിൽ നിന്ന് ഇളക്കിയെടുത്ത് മാറ്റി ഒരു സിപ്പ് ലോക്കിലാക്കി വെക്കാം. വീണ്ടും ഇതിനെ റീഫിൽ ചെയ്ത് ഇതുപോലെ ആക്കി റെഡിയാക്കി വെക്കാം. ഡോഗിൻ്റെ വെയിറ്റ് അനുസരിച്ച് ഇത് 1-2 വെച്ച് ഓരോ ദിവസം കൊടുക്കാം. Ready? Sit. Are you a good boy? Yes. Jump. Jump. Come on. Yes. Spin. Yes. Spin. Sit. Yes. Come on, here. Come here. Spin. Sit. Yes. Come on, here. Spin. Okay, want to sit there? Come. Spin. Sit. Sit closer. Yes. Come on, here. Spin. Sit closer. Yes. Come on. Want to climb? Climb. Aeroplane. Here. Come on. Climb. Yes. Here. Yes. Sit. Ready? Are you a good boy? Sit. Sit. Are you a good boy? Come on.